ഒരു ക്ലിപ്പ് നമ്മുടെ കാമുകൻ ഗബ്രിച്ചനും കാമുകി ജാസ്മിനും ഇതന്നെ പറയണം. കാരണം എന്താ വെച്ചാൽ ഇതുവരെ നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ സായി പറഞ്ഞ പോലെ ഒരു അൺഡിഫൈൻഡ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ ഹൗസ് മെമ്പേഴ്സിനിടയിലും ബാക്കിയുള്ള പുറത്തേക്കുള്ള ഓഡിയൻസിനിടയിലും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ലാലേട്ടൻ്റെ ഭാഗത്ത് നല്ലൊരു ലാലേട്ടനും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായി. ആ സ്ക്രിപ്റ്റിൽ ഗബ്രീനെ കംപ്ലീറ്റ് ബലിയാടാക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നല്ലോ. ഇപ്പോൾ ലൈവ് കണ്ട പ്രേക്ഷകർക്ക് അറിയാം ഗബ്രി അവിടെ പോയിരുന്നു. ഗബ്രി ഇതുവരെ ഇത്രയും നേരമായിട്ട് ഒന്നും സംസാരിച്ചിരുന്നില്ല. ഗബ്രി അവിടെ ഇവിടെ അടുത്ത് പോയിരുന്ന് സംസാരിച്ച് ലാസ്റ്റ് ഇത് അത്രയും ഇൻറ്റിമേറ്റ് സീൻസിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ വരെ വന്നു. സീരിയസ് ആയിട്ട് പറയാലോ മക്കളെ, ഇത് ബിഗ് ബോസ് ഹൗസും 360 ഡിഗ്രിയിൽ ക്യാമറയും മൈക്കും കാര്യങ്ങളും എല്ലാം ഔട്ട് പോകുന്ന ഒരൊറ്റ പേടി കൊണ്ടാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം നടക്കേണ്ട സിറ്റുവേഷനിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. ഞാനിത് എന്ത് നടക്കും ഏത് നടക്കും എന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരു ചെറിയൊരു മാന്യതയും പരിപാടിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് മാന്യത എന്ത് പറയാന്ന് വെച്ചാൽ ഇത് ഓൾറെഡി പുറത്ത് കല്യാണം ഉറപ്പിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ചെറിയ പെണ്ണല്ല, 24-25 വയസ്സായിട്ട് പുറത്തുനിന്ന് ഒരാളുടെ കല്യാണം ഉറപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ ചെന്ന് കാണിച്ചു കൊടുക്കുന്ന ഈ പേക്കൂത്ത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പറഞ്ഞു പോവുകയാണ്. ഈ സംസാരിക്കുന്ന സമയത്ത് ഇവനെ കൊണ്ട് ഇവൻ്റെ വായ നിന്നിട്ട് ഐ ലവ് യു പറയിപ്പിക്കണം. ഈ ഗബ്രി ഇതിന് മുന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ലൈവിൽ പറഞ്ഞിരുന്നു. ആരോടാ പറഞ്ഞത് എനിക്കറിയുന്നത്, അപ്സരനോടാണ് പറഞ്ഞു തന്നുണ്ട്. അത് അപ്സരനോടാണ് പറഞ്ഞു തന്നു. പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ അവളുടെ പ്രശ്നം ഇവളിങ്ങനെ അലമുറ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ 2 തോഴിമാരെയും കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിരുന്നിട്ട് ബിഗ് ബോസ് ഇങ്ങനെ കിടന്ന ആശ്വാസം ഏറ്റുവാങ്ങുന്ന സിറ്റുവേഷനാണ് ഗബ്രിച്ചൻ പുറത്തുനിന്ന് പറയുന്നത്. ഗബ്രി പറയുന്നുണ്ട് ഒരു നിമിഷം അവളുടെ പ്രശ്നം എനിക്ക് തീർക്കാൻ കഴിയും, ഒരു നിമിഷം തീർക്കലല്ല കേട്ടോ, ഒരു നിമിഷം അവളോട് എനിക്ക് അത്രയും വളരെ എന്താ പറയുക ഇൻറ്റിമേറ്റ് ആയിട്ട് സംസാരിച്ചത്. അത് അവൻ ഉദ്ദേശിച്ചതാണ്. ഒരു നിമിഷം എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നു. സത്യം അതന്നെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ബിഗ് ബോസും കാര്യങ്ങളും എല്ലാവരും ചോദ്യം ചെയ്തതും ഈ പൊട്ടൻ്റെ തലയിലേക്കെല്ലാം വന്നിട്ടുള്ളത്. അവന് ഇനി അത് മനസ്സിലായിട്ടില്ല തോന്നുന്നുണ്ട്. അവൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണ്ടത് അവനാണ്. പക്ഷേ ഞാനിപ്പോൾ തിരുത്തി പറയേണ്ട സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ വെള്ളത്തിൽ വരച്ച വര, സഭ്യമായ ഭാഷയിൽ പറഞ്ഞെങ്കിൽ വേറെയും പറയാം, പക്ഷേ സഭ്യമായ ഭാഷയിൽ പറഞ്ഞിട്ട് വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ഉണ്ടായിട്ടുള്ളത് ലാലേട്ടൻ. ഇപ്പോൾ എന്താലോചിച്ചാൽ ഇനി പുറത്തുള്ള പിന്നെ ബാഹ്യ ഇടപെടലാണോ, ഇനി ജാസ്മിൻ ജാഫറിൻ്റെ പേരൻസിൻ്റെതാണോ, എന്ത് സംഭവം TRP തന്നെയാണ് ബേസിക്കലി ഉദ്ദേശമുള്ളത്. എന്ത് ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞതല്ലേ എന്താണെന്നുണ്ടെങ്കിലും ലാലേട്ടനും ബിഗ് ബോസും ഇന്നലെ കാണിച്ചിട്ടുള്ള സർക്കസ് അവരുടെ TRP ഉയർത്താൻ കൂട്ടി എന്നല്ലാണ്ട് ഇവരുടെ ലൈഫിൽ യാതൊരു ഡിഫറൻസ് ഉണ്ടായിട്ടില്ല. കാരണം ഇവർ രണ്ടുപേരും സംസാരിച്ച് ജാസ്മിൻ ഇവനോട് ഇങ്ങനെ പറയുകയാണ്, നീ പറ അവസാനം ഇവൻ കയറിയിട്ട് ഐ ലവ് യു ഇവനോട് പറയുന്ന സമയത്ത് അപ്പോഴും നമ്മുടെ മുല്ലപ്പൂ വിടുന്നില്ല. മുല്ലപ്പൂ പറഞ്ഞു നീ ഒന്ന് ഉറക്കെ പറയാന്ന് ഉദ്ദേശിച്ചത് എന്താ, മൈക്കിൽ ഫുള്ള് കേൾപ്പിക്കാനാണ്, അല്ലെങ്കിൽ തന്നെ ആ ചെക്കന് കംപ്ലീറ്റ് നെഗറ്റീവ് അടിച്ച് അങ്ങേറ്റം നിൽക്കുക, ഇനി ഇത് മാത്രം ക്ലിപ്പ് ചെയ്ത് ഔട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ പറയാം നീ ഒന്ന് ഉറക്കെ പറ. അപ്പോൾ ഇവൻ വീണ്ടും ഐ ലവ് യു എന്ന് തീർത്ത് പറയുന്നു. അതിന് മറുപടിയായിട്ട് ഇവൾ ജാസ്മിൻ ഐ ലവ് യു തിരിച്ച് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ സ്നേഹം തന്നെയാണ്, പ്രേമമാണ്. ഇനിയിപ്പോൾ അതിലങ്ങേപ്പുറം ഞാൻ കാക്കി ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല എന്നല്ല ഞാനത് പറയാൻ വയ്യ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിൽ. അപ്പോൾ എന്ത് സംഗതി എന്താ, ഇവളെ കൊണ്ട് ഇവൻ ഐ ലവ് യു പറയുന്നു, തിരിച്ച് പറയിപ്പിക്കും. ഇനി ഇത് എടുത്ത് വെച്ചിട്ട് ഇത് ക്ലിപ്പൊക്കെ എല്ലാവരും ഏഷ്യാനെറ്റൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ നാലല്ലേ വീക്കെൻഡ് എപ്പിസോഡിൽ വീണ്ടും ഗബ്രീനെ വേണ്ടിയിട്ട് പൊരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജാസ്മിനെ വെളുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇത് തന്നെയാണ്. ഇത്രയൊക്കെ നടന്നിട്ടും ഇത്രയൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടും വീണ്ടും കണ്ടോ ഗബ്രിച്ചൻ പോയിട്ട് ഇവളോട് ഐ ലവ് യു പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ കിടക്കുന്ന മാനസികമായിട്ട് തകർന്ന് കിടക്കുന്ന പിഞ്ചു കുഞ്ഞിനെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കാട്ടാളനാം ഗബ്രിച്ചൻ അവിടെ കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപൂർണ്ണമാവുമല്ലോ. എന്താ പറയല്ലേ, ഇതൊന്നും ഇരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതുപോലുള്ള കോണ്ടൻറ്റ് വീണ്ടും തന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിപ്പോൾ എന്താ സംഭവിച്ചാൽ ഇത് ഇനിയിപ്പോൾ അടുത്ത ഒരാഴ്ചത്തേക്ക് വീണ്ടും ഇത് ഓടാനുള്ള സിറ്റുവേഷനായി. ഇതൊന്നുമല്ല മാത്രമല്ല വേറൊരു സംഭവം എന്ന് വെച്ചാൽ റസ്മിൻ പിന്നെ തോഴിയാണല്ലോ, ഉറ്റ സന്തത സഹചാരിയായിട്ടുള്ള രശ്മിൻ പോയിട്ട് ജിൻഡോനോട് പറയുകയാണ്, നീ ഒരു 2 ദിവസം ജിൻഡോക്കൊക്കെ ഒന്ന് 2 ദിവസം ഇവിടെ ഒന്ന് വെറുതെ വിടുക, 2 ദിവസം അവളെ ഒന്ന് വെറുതെ വിട്ടിട്ട് അവൾക്കൊന്ന് സെറ്റിൽ ആവാനുള്ള ചാൻസ് ജിൻഡോക്കൊക്കെ കൊടുക്കുക. എന്നാൽ ശരിയാണല്ലോ, 2 ദിവസം സെറ്റിൽ ആവാനുള്ള സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒക്കെ തിരിച്ച് വിരലൊക്കെ മേലെ കുതിര കയറാലോ. എന്താ രശ്മിൻ്റെ വർത്താനം അതിലേറെ. അപ്പോൾ 2 ദിവസം ഇനിയിപ്പോൾ 2 ദിവസം ബോണസായിട്ട് അനുവദിച്ച് കൊടുക്കുമെന്നുള്ളത് അറിയില്ല. 2 ദിവസം ജാസ്മിനെ ഒന്ന് റിക്കവർ ചെയ്യാനുള്ളൊരു കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം ഫുൾ പവറിൽ ജാസ്മിനെ തിരിച്ചു വരാമല്ലോ. പറയാതെ വയ്യാന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ വക സിറ്റുവേഷൻസ് കാണുന്ന സമയത്ത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.